ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഖിൽ ചൊള്ളാക്കുഴിയിൽ. ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മൈസൂർ യാത്രയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ഇതിൽ നമ്മൾ പറയുന്നത് മൈസൂർ കൊട്ടാരത്തെ പറ്റിയും മൈസൂർ സൂവിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പാണ്ഡവ റൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈസൂർ കൊട്ടാരത്തെക്കുറിച്ച് ആദ്യം പറയാം കേട്ടോ. മൈസൂർ കൊട്ടാരം അംബാവിലാസ് കൊട്ടാരം എന്നറിയപ്പെടുന്നുണ്ട്. മൈസൂർ ഭരിച്ചിരുന്ന വാഡിയർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂർ അറിയപ്പെടുന്നത്. മൈസൂരിലെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരമാണ് കാണുന്നത്. വാഡിയർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് കാണുന്ന ഈ മൈസൂർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് 1897-ലാണ് കേട്ടോ. 1912-ലാണ് പണി പൂർത്തിയായത്. 1940-ൽ ഈ കൊട്ടാരം വീണ്ടും വിസ്തൃതമാക്കേണ്ടത്. ഇന്തോ സാർസനിക് എന്നറിയപ്പെടുന്ന വാസ്തുശൈലിയിലാണ് കേട്ടോ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം. ഹിന്ദു, രജപുത്ര, ഗോത്തിക്, ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് ഈ ഇന്തോ സാർസനിക് എന്ന് പറഞ്ഞ വാസ്തുവിദ്യ. ഹെൻറി ഇർവിൻ എന്ന ബ്രിട്ടീഷുകാരനാണ് കേട്ടോ കൊട്ടാരത്തിൻ്റെ വാസ്തുശില്പി. ആയിരത്തി 1896 ചാമരാജ വാഡിയാരുടെ മൂത്ത മകൻ ജയലക്ഷ്മണിയുടെ വിവാഹ സമയത്ത് മരക്കൊട്ടാരം എന്നറിയപ്പെടുന്ന അവസാന കൊട്ടാരം കത്തിനശിക്കുകയുണ്ടായി. ഈ സമയം മഹാരാജ കൃഷ്ണരാജ വാഡിയാർ നാലാമനും അദ്ദേഹത്തിൻ്റെ അമ്മ മഹാറാണി കെമ്പനാജമണി ദേവിയും ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെൻറി ഇർവിനെ കൊട്ടാര പണിയാൻ ചുമതലപ്പെടുത്തി. അങ്ങനെയാണ് ഈ കാണുന്ന മൈസൂർ കൊട്ടാരം നിർമ്മിച്ചത്. കൊട്ടാരത്തിൻ്റെ നിർമ്മാണ ചെലവ് അന്ന് 40 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ സഞ്ചാരികളിൽ നിന്ന് 100 രൂപയും വിദേശീയരിൽ നിന്ന് 200 രൂപയുമാണ് കേട്ടോ കൊട്ടാരത്തിനകത്തേക്കുള്ള എൻട്രി ഫീ. കൊട്ടാരത്തിനകത്ത് പാദരക്ഷകൾ അനുവദനീയമല്ല. അങ്ങനെ നമ്മൾ മൈസൂർ കൊട്ടാരം കണ്ടു കഴിഞ്ഞു. അടുത്തത് നമ്മളിനി മൈസൂർ മൃഗശാലയാണ് കേട്ടോ കാണാൻ പോകുന്നത്. മൈസൂർ കൊട്ടാരത്തിൽ നിന്ന് ഏകദേശം 700 മീറ്റർ അകലെയായിട്ടാണ് മൈസൂർ മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. 157 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മൃഗശാലയാണ് കേട്ടോ. മൈസൂർ മൃഗശാല ഔദ്യോഗികമായി ശ്രീ രാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ് എന്നാണ് അറിയപ്പെടുന്നത്. മൈസൂരിലെ 23-ാം മഹാരാജാവ് ചാമരാജ വാഡിയർ 10-ാമൻ്റെ സ്വകാര്യ മൃഗശാലയിൽ നിന്നാണ് മൈസൂർ മൃഗശാല സൃഷ്ടിച്ചത്. ആയിരത്തി 1892-ൽ സമ്മർ പാലസിൻ്റെ 10 ഏക്കറിൽ നിന്നും 10 വർഷത്തിനുള്ളിൽ മൃഗശാല 45 ഏക്കറിലേക്ക് വിപുലീകരിച്ചു. പാലസ് മൃഗശാല എന്നറിയപ്പെട്ടിരുന്നതിനെ 1909 ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ് എന്ന് നാമകരണം ചെയ്തു.
സൗത്ത് വെയിൽസ് നിന്നുള്ള AC ഹ്യൂസ് മൃഗശാലയുടെ ആദ്യത്തെ സൂപ്രണ്ടായിരുന്നു. 1892 മുതൽ 1924 വരെ ഇദ്ദേഹം മൃഗശാലയുടെ സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചു. ആയിരത്തി 1948 മൃഗശാലയുടെ നടത്തിപ്പ് മൈസൂർ ഗവൺമെൻറ്റിൻ്റെ പാർക്സ് ആൻഡ് ഗാർഡൻസ് വകുപ്പിന് കൈമാറി. 1972 മൃഗശാല വനം വകുപ്പിനെയും പിന്നീട് 1979 മൃഗശാല നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വയംഭരണ സ്ഥാപനമായ കർണാടകയിലെ മൃഗശാല അതോറിറ്റിയെയും ഏൽപ്പിച്ചു. ആയിരത്തി 1992 മൃഗശാല 100 വർഷം പൂർത്തിയാക്കി. മൃഗശാലയിലേക്കുള്ള പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ്. ചിമ്പാൻസികൾ, ഗൊറില്ലകൾ, ഒറാങ്കൂട്ടാനുകൾ, വെള്ളക്കണ്ടാമൃഗങ്ങൾ, ചീറ്റകൾ എന്നിവയെ പാർപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക മൃഗശാലയാണ് മൈസൂർ മൃഗശാല. അങ്ങനെ നമ്മൾ മൈസൂർ യാത്ര കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.